ഹലോ ടോമിങ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മാരുതി സുസുക്കി ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് AGS മോഡലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ വണ്ടിയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രില്ല് ഗ്രാൻഡ് വിറ്റാറ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ പ്ലസ് വേരിയന്റ് മുതൽ LED DRLs വരുന്നുണ്ട്. ഇത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും വരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വണ്ടിയിൽ കമ്പനി ആക്സറീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ലിൽ കാണുന്ന ഈ ചുവന്ന പീസ് ആക്സറിയാണ്. സ്റ്റിക് പ്ലേറ്റ് കാണുന്ന ഈ ഒരു ബ്ലാക്ക് പീസും ആക്സറിയാണ്. ഹെഡ്ലാമ്പിന്റെ താഴെ കാണുന്ന ഈ ക്രോം പീസും ആക്സറി തന്നെയാണ്. ഡെൽറ്റ പ്ലസ് മുതൽ LED ഹെഡ്ലാമ്പാണ് വരുന്നത്. എന്നാൽ ഇതിന്റെ പെർഫോമൻസ് അത്ര മികച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ ഇന്റൻസിറ്റി കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. സൈഡിലേക്ക് വന്നാൽ 16 ഇഞ്ച് അലോയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. ഈ ഒരു പീസും അതുപോലെ ഡോറിൽ കാണുന്ന ഈ റെഡ് പീസും ആക്സറി സ്റ്റോളാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രമ്മുമാണ് വരുന്നത്. റൂഫ് റെയിൽസ് ഡെൽറ്റ പ്ലസ് വേരിയന്റിന് കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആന്റിനെയും കമ്പനി കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈപ്പർ വന്നിട്ടില്ല, എന്നാൽ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ പ്ലസ് മോഡലിൽ ടെയിൽ ലാമ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ പീസ് തെളിയില്ല. ക്യാമറ ഈ ഒരു വേരിയന്റിൽ വരുന്നില്ല, എന്നാൽ അത് ആക്സറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 308 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. കൂടാതെ ഒരു പാഴ്സൽ ട്രേയും ഈ ഒരു വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് കപ്പാസിറ്റി കൂട്ടാനായിട്ട് സീറ്റിന് 60-40 സ്പ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൽ പവർ വിൻഡോ സ്വിച്ചസും മിറർ ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫാബ്രിക് ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡറും മാഗസിൻ ഹോൾഡറും കാണാം. ഓട്ടോമാറ്റിക്കിലും മാനുവലിലും പ്രോപ്പർ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാറ്റ് ആക്സറി ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വിസിബിൾ അല്ല. സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. സീറ്റ് കവർ ആക്സസറി ആണ്. സീറ്റ് അത്യാവശ്യം നല്ല വൈഡും അതുപോലെ തന്നെ കംഫർട്ടബിളും ആണ്. നല്ല സൈഡ് സപ്പോർട്ടും ഷോൾഡർ സപ്പോർട്ടും സീറ്റ് തരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും അതുപോലെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുമായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിന് മേളിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടണാണ്. അതിന് താഴത്തായിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ, അതായത് നമ്മൾ റിവേഴ്സ് എടുക്കാനൊക്കെ വണ്ടി ഒന്ന് ചെറുതായിട്ട് നിന്ന് കഴിയുമ്പോൾ തന്നെ എഞ്ചിൻ ഓഫ് ആവുന്നുണ്ട്. കുറച്ച് ഇൻട്രൂസീവ് ആയിട്ട് തോന്നി ഈ ഒരു ഫംഗ്ഷൻ. എന്നാൽ ഇത് ഓഫ് ചെയ്ത് വെച്ചാലും ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ ഓൺ ആയി കഴിയുമ്പോൾ ഈ ഫംഗ്ഷൻ പിന്നെ ഓൺ ആയിരിക്കും. സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് കവർ ആക്സലായിട്ട് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഇൻഫോടൈൻമെന്റ് കൺട്രോൾസ് കാണാം, അതുപോലെ മ്യൂട്ട് ആക്കാനുള്ള ബട്ടൺ. ക്രൂസ് കൺട്രോൾ ഈ വേരിയന്റിൽ വരുന്നില്ല, അതുകൊണ്ട് ഇവിടെ ബ്ലാങ്ക് ആണ്. കോള് എടുക്കാനും കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വേരിയന്റിന്റെ കീ വരുന്നത്. ഇൻസ്ട്രുമെന്റ് കൺസോളിൽ നടുക്കായിട്ട് MID വരുന്നുണ്ട്. ഇതിലാണ് ട്രിപ്പ് ഇൻഫർമേഷൻ, മൈൽ ഇൻഫർമേഷൻ, ഫ്യൂൽ ഇൻഫർമേഷൻ ഒക്കെ കാണിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ടാക്കോമീറ്റർ ഉണ്ട്, റൈറ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്റർ. സൈഡിലുള്ള ഈ സ്റ്റോക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ മാറ്റുന്നത്. ഈ വേരിയന്റിൽ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. അതിന്റെയാണ് ഓട്ടോ എന്ന് എഴുതിയിട്ട് ഈ സ്റ്റോക്ക് കാണിച്ചിരിക്കുന്നത്. മാനുവലി ഡിം ചെയ്യുന്ന IRM ആണ് കൊടുത്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് 2 ക്യാബിൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാലജൻ ആണ്. 7 ഇഞ്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫിസിക്കൽ ബട്ടൺസ് തന്നെയാണ്, കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺസ് അല്ല. അതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സും കാണാം. ഈ ഒരു വേരിയന്റിൽ ആംറസ്റ്റ് വരുന്നില്ല, പകരം ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണുള്ളത്.
ബാക്കിലെ ഡോർ പാഡിലും 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡറും അതുപോലെ തന്നെ ഫാബ്രിക് ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സീറ്റ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റ് എന്റെ ഹൈറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ഹൈറ്റ് ഏകദേശം ഒരു 5'10" അടുത്താണ്. എന്നിട്ടും എനിക്ക് ഏകദേശം ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. കാല് ഫ്രണ്ട് സീറ്റിന്റെ അടിയിലേക്ക് നീക്കി വെക്കാനും സ്പേസ് ഉണ്ട്. ബാക്കിലെ ഹെഡ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്ലോപ്പിംഗ് റൂഫ് ആയതുകൊണ്ട് തന്നെ ഹെഡ് റൂം കുറച്ച് ലിമിറ്റഡ് ആണ്. ഏകദേശം ഒരു 4 ഫിംഗർ ഹെഡ് റൂമാണ് എനിക്ക് കിട്ടുന്നത്. 6 ഫൂട്ടിന് മേലുള്ളവർക്കാണെങ്കിൽ ഹെഡ് തട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ബാക്ക് സീറ്റിലെ ഫ്ലോറിൽ ചെറിയൊരു ഹമ്പ് ഉണ്ട്. ഇതിനടുത്തായിട്ട് ഒരു 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ബാക്കിലെ സീറ്റിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് 3 പാസഞ്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ്സ് എപ്പോഴും ബക്കിൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ ബീപ്പ് സൗണ്ട് കേൾക്കുന്നതായിരിക്കും. ഈ ഒരു വേരിയന്റിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് K12 എഞ്ചിനും പിന്നെ ഒന്ന് 1 ലിറ്റർ എഞ്ചിനുമാണ്. K12 1.2 ലിറ്റർ എഞ്ചിൻ ഈ ഒരു വേരിയന്റ് വരെ കിട്ടുള്ളൂ. അതിന് മുകളിലേക്ക് 1 ലിറ്റർ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ വണ്ടിയിലുള്ളത് 1.2 ലിറ്റർ എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 90 bhp അതുപോലെ 130 Nm ടോർക്കുമാണ്. എഞ്ചിന് അണ്ടർബോഡി കവറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള 1.2 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിന്റെ ഒരു റിഫൈൻമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2500 RPM കഴിയുമ്പോഴേക്കും എഞ്ചിന്റെ നോയ്സ് കുറച്ച് റഫ് ആവുന്നുണ്ട്. ക്യാബിൻ ഇൻസുലേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈ വിൻഡ് നോയ്സും ടയർ നോയ്സും ഒക്കെ അത്യാവശ്യം ക്യാബിനിലേക്ക് നന്നായിട്ട് വരുന്നുണ്ട്. ഈ 2500 RPM കഴിയുമ്പോഴത്തേക്കും എഞ്ചിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാമെങ്കിലും വൈബ്രേഷൻസ് ഒന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനായിട്ട് പെയർ ചെയ്തിരിക്കുന്ന AMT ഗിയർ ബോക്സിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ സാറിന് AMT ഗിയർ ബോക്സ് ഉള്ള പോലെ തന്നെ ഹെഡ്നോട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഹെഡ്നോട് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ മാനുവലിൽ ഗിയർ മാറ്റുന്ന പോലെ ക്ലച്ച് ഔട്ടിയിട്ട് നമ്മൾ ഗിയർ മാറുമ്പോൾ ആക്സിഡന്റ് നിന്ന് കാലെടുക്കുമല്ലോ, അതുപോലെ ഇതിലൊന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ആ ഗിയർ കറക്റ്റായിട്ട് മാറും. പിന്നെ എന്നിട്ട് കാല് കൊടുക്കുക. നമ്മൾ അടുത്ത ഗിയറിൽ മാറേണ്ട സമയമാകുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ കാലെടുക്കുക. അപ്പോൾ ഗിയർ മാറും, പിന്നെ കാല് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഹെഡ്നോട് ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. റൈഡ് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സസ്പെൻഷൻ ഒരു കുറച്ച് സ്റ്റിഫായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്നാൽ അധികം അൺകംഫർട്ടബിൾ ആവുന്നില്ല. ഈ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്ന റോഡ് റീടാർ ചെയ്തിട്ട് കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടാവില്ലേ, അവിടെയൊക്കെ ആ ഒരു എഡ്ജിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും. സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല ലൈറ്റ് ആണ്. സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഓടിച്ചുകൊണ്ട് നടക്കാവുന്നതാണ്. എന്നാൽ അതിന്റെ ഒരു ഫീലോ ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. അതായത് ഒരു സ്പോർട്ടി കാറിലൊക്കെ കാണുന്ന പോലത്തെ അല്ല ഇതിലുള്ള. ഇതൊരു ഫാമിലി കാറാണ്. അതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള സ്റ്റിയറിംഗ് പ്രതീക്ഷിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. See you soon and drive safe.